നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ കുറച്ച് പൈസ ഇപ്പോഴേ മാറ്റി വെച്ചോളൂ. കാരണം മറ്റൊന്നുമല്ല, തിയേറ്റർ ഇളക്കിമറിക്കാൻ പോകുന്ന റിലീസുകളാണ് അടുത്ത മാസം എത്തുന്നത്. നമുക്ക് ഏതൊക്കെയാണ് ആ റിലീസുകളെന്ന് നോക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രേക്ഷകർ ഒരുപോലെ കാത്തിരിക്കുന്ന പേട്രിയറ്റ് റിലീസാവുന്നത് മെയ് 1-നാണ്. മമ്മൂട്ടി, മോഹൻലാൽ കൂടാതെ ഫഹദ്, കുബോ, നയൻതാര, ദർശന, രേവതി, ഇന്ദ്രൻസ്, ഗ്രേസ് ആൻ്റണി, രഞ്ജി പണിക്കർ തുടങ്ങി വൻ താരനിരയുമായാണ് ചിത്രം എത്തുന്നത്. മഹേഷ് നാരായണനാണ് ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മഹേഷ് നാരായണൻ തന്നെയാണ്. പോസിറ്റീവ് അഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ സാധ്യതയുള്ള ചിത്രം കൂടിയാണിത്. യൂത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ്. മെയ് 14-നായിരിക്കും ചിത്രം റിലീസ് ചെയ്യുന്നത്. 90s സിനിമയ്ക്കുള്ളിലെ സിനിമാ കഥ പറയുന്ന ചിത്രത്തിൽ നസ്ലിനാണ് നായകനായി എത്തുന്നത്. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, അൽത്താഫ്, റോഷൻ എന്നിവരും പ്രധാന താരങ്ങളാണ്. ആഷിഖ് ഉസ്മാൻ്റെ ബാനറിൽ ആണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നത്. അഭിനവ് സുന്ദറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ജെക്സ് ബിജോയാണ് ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ, ഐ വാണ്ട് ടു ബി ദ ബെസ്റ്റ്. ടൊവിനോ, ബേസിൽ, വിനീത് ശ്രീനിവാസൻ. സിനിമയ്ക്ക് ഇതിൽ കൂടുതൽ ഹൈപ്പ് വേറെ വേണ്ട. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്യുന്ന അതിരടിയും മെയ് 14 തന്നെയാണ് റിലീസാവുന്നത്. റിയ ഷിബു, ഡെലുലു, ദർശന, വിഷ്ണു അഗസ്ത്യ, വിനീത് തട്ടിൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെന്ന ചിത്രം ആക്ഷൻ ത്രില്ലർ ഫെസ്റ്റിവൽ മൂഡിലാണ് ഒരുക്കിയിരിക്കുന്നത്. പോസിറ്റീവ് അഭിപ്രായം വന്നാൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ സാധ്യതയുള്ള ചിത്രമാണ് സൂര്യ നായകനെത്തുന്ന കറുപ്പ്. മെയ് 14-നോ 15-നായിരിക്കും ചിത്രം തിയേറ്റർ റിലീസായി എത്തുന്നത്. RJ ബാലാജി ഒരുക്കുന്ന ഈ ഫാൻറ്റസി ആക്ഷൻ ചിത്രത്തിൽ തൃഷയാണ് നായിക. ഇന്ദ്രൻസ്, യോഗി ബാബു, സ്വാസിക, മൻസൂർ അലിഖാൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ഒരുപക്ഷെ കൂട്ടത്തിലെ കൊമ്പൻ ഇതായിരിക്കും. മസ്റ്റ് തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മൂവിയുമായിട്ടാണ് കാട്ടാളൻ ടീം വരുന്നത്. പെപ്പെ നായകനാവുന്ന ചിത്രത്തിൽ കബീർ ദുൽഹൻ സിംഗ്, ജഗദീഷ്, സുനിൽ, സിദ്ദീഖ്, ആൻസൺ പോൾ തുടങ്ങിയ നല്ല താരനിരയും ഉണ്ട്. ഹനാൻ ഷായും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. പോൾ ജോർജാണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഷെരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാർക്കോക്ക് മുകളിൽ ഹൈപ്പാണ് ചിത്രം ഇപ്പോൾ തന്നെ നേടിയെത്തിയിരിക്കുന്നത്. തീർച്ചയായും തിയേറ്ററിൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള വിഷ്വൽ എഫക്റ്റ് കൊണ്ട് സമ്പന്നമാണ് ചിത്രം. മോഹൻലാൽ, ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 3 ഫാമിലി ഏറ്റെടുത്താൽ ഈസി ആയിട്ട് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ പറ്റുന്ന ചിത്രം. നേരത്തെ ഏപ്രിൽ 2-ന് തിയേറ്റർ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നെങ്കിലും പിന്നീട് മെയ് 21-ലേക്ക് മാറ്റുകയായിരുന്നു. മീന, അൻസിബ, എസ്തർ, ആശ ശരത്ത്, സിദ്ദീഖ്, മുരളി ഗോപി എന്നിവർ കൂടാതെ ഏതെങ്കിലും ക്യാമിയോ കൂടി ഉണ്ടെങ്കിൽ ചിത്രം മറ്റൊരു ലെവലിലേക്ക് പോകും. നിങ്ങൾ ഇതിൽ ഏത് ചിത്രത്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സിനായി പറ്റുമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.